ബാല്യം മുതൽ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ഞങ്ങൾക്കിടയിലെ പ്രണയമുണ്ടല്ലോ, കൊച്ചു കൊച്ചു സങ്കടങ്ങളും വഴക്കുകളും ഒക്കെ. അതുപോലെ നിങ്ങൾക്കിടയിലും ഇത്. മതി മതി, നീ എവിടേക്ക് പോകുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അത് വേണ്ട. നീ കരുതുന്ന പോലെയൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല മോളെ. ഒക്കെ അച്ഛനെ ഏട്ടനെ എടുത്ത തീരുമാന. പക്ഷേ എനിക്കതിൽ ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. ഓ, എന്ന് വെച്ചാ പുറത്തറിയിക്കാത്ത പ്രണയം മനസ്സിലിട്ട് വളർത്തായിരുന്നല്ലേ? ഭാഗ്യം, അവിടെ ദുർഗാമ്മയെ പോലെ എന്റെ മുത്തശ്ശി നിന്നില്ലല്ലോ. എല്ലാവർക്കും നിന്റെ അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു മോളെ. പിന്നെന്താ അമ്മ, ദുർഗാമ്മയ്ക്ക് എന്നെ ഇത്രയും വെറുപ്പ്? ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്താ മോളെ ആലോചിക്കുന്നത്? ഞാനും ആദിത്യനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കാര്യം ദുർഗാമ്മ അറിഞ്ഞ എന്തായിരിക്കും അമ്മേ പ്രതികരണം? മോളെ, ഒന്നും നടക്കില്ല അമ്മേ. ദുർഗാമ്മയുടെ ആദ്യത്തെ തോൽവി, അതും ആരാണോ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചത്, അവള് തന്നെ മരുമകളായിട്ട് ദേവമംഗലത്തിന്റെ പടി കടന്നു ചെല്ലുമ്പോ അവിടെ തീർന്നില്ലേ അമ്മേ ദുർഗാമ്മ? മോളെ, ഇതെന്തൊക്കെയാ പറയുന്നേ? ദേ, അത് നിന്റെ അമ്മയാ, ആദിമോന്റെ അമ്മ. എന്റെ ശത്രു അമ്മ അവര്. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ ശത്രുപക്ഷത്ത് നിർത്തി യുദ്ധം പ്രഖ്യാപിച്ച സ്ത്രീ. മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. തെറ്റാത്. അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ രണ്ട് കുടുംബങ്ങളുടെയും നാശത്തിന് വരെ കാരണമായേക്കും. നീയായിട്ട് അതിന് കാരണമാവരുത്. എടി, നീ ഒന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനമ്മ? ആദ്യം എന്നിൽ നിന്ന് തട്ടി അകറ്റാൻ ദുർഗാമ്മയും മംഗളപ്പച്ചയും ചേർന്ന് നടത്തുന്ന നാടകങ്ങളൊക്കെ പിന്നെ എന്തിനാ അമ്മ? അതൊക്കെ തീർന്നില്ലേ? നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചതോടെ അതിനൊക്കെ ഇനി എന്ത് പ്രസക്തിയാ? ഇതെത്ര നിസ്സാരമായിട്ട് നടക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്താടി, നിനക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? നിന്റെ മാമനെ വിശ്വാസമില്ലേ? ആരെയും വിശ്വാസക്കുറവുണ്ടായിട്ടല്ലമ്മേ, മനസ്സിലൊരു പേടി പറഞ്ഞതാ. കാരണം മറുവശത്ത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ദുർഗാമ്മയാ. നീ പറയുന്നതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഇനിയിപ്പോ നിങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ വേറെ ആരറിയാനാ? കല്യാണ നിശ്ചയം നടത്തിയതുപോലെ തന്നെ വളരെ ലളിതമായിട്ട് നമ്മൾ ഈ കല്യാണവും നടത്തും. അതിനുശേഷമല്ലേ ദുർഗേച്ചി ഇതൊക്കെ അറിയൂ. ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസമല്ലേ അമ്മേ? കല്യാണത്തിന് ഇനിയും നാളുകളില്ലേ? അതിനുള്ളിൽ എന്തൊക്കെ മറിമായങ്ങളാ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? മോളിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വേവലാതിപ്പെടണ്ട. നീ അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് കരുതിയാ മതി. ബാക്കിയൊക്കെ മാമനും അച്ഛനും നോക്കിക്കോളും. ഞാനിത് ദുർഗാന്റിയോട് പറയും. ഇവിടെ കുടുംബ പ്രശ്നം ഉണ്ടാവും. ഇതാർക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് തെളിയും. ഇതൊക്കെ അല്ലേ? അത്രയ്ക്കൊന്നും കടന്ന് ഞാൻ പോകുന്നില്ലെങ്കിലേ. അതിനെ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ ഈ കുടുംബത്തിലും മരുമകളായിട്ട് ജീവിക്കേണ്ടവളാണ് എന്നുള്ളതുകൊണ്ടാ. രണ്ടാമത്തേത്, ദുർഗാന്റിയുടെ മനസ്സില് അങ്കിളിനെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പോവും അങ്കിൾ. എനിക്ക് ഇതിനകത്തുള്ള ഒന്നും കാണണ്ട. കാരണം എനിക്ക് വേണ്ടി ഒരു ടവല് പോലും വാങ്ങിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് അറിയാം. ഇത്രയും നാളായിട്ട് ഒരു മിഠായി പോലും സ്നേഹത്തോടെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അങ്കിള് സ്നേഹത്തോടെ മോളെന്ന് വിളിച്ചതുപോലും ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ മനസ്സിൽ നമുക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വിളിക്കുന്ന വാക്കുകളാ. എല്ലാരും അതൊക്കെ കൊതിക്കും. സ്നേഹത്തോടെ ഒരു കുന്നിക്കുരു കിട്ടിയ പോലും പൊന്നിന്റെ വിലയും സന്തോഷം ഒക്കെ തോന്നും. സാരമില്ല അങ്കിൾ, എനിക്ക് വിഷമമില്ല. ഞാൻ പോയിക്കോളാം. ആദ്യേട്ടാ, അങ്കിള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഞാനൊന്നിനില്ലേ? അവൾ ഇവിടെ ഉണ്ടായിരുന്നു. നീ വിളിച്ചപ്പോ ഒരു വാക്ക് പറയണ്ടല്ലോ എന്നോട്. അച്ഛാ, അവൾ ഇതിനകത്ത് ഇരിക്കായിരുന്നു എനിക്കറിയില്ലായിരുന്നു. അതാ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ അവളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ടില്ല. അറിയോ നിനക്ക്?
അവള് മുമ്പിലും ഒരു ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഉരുകിപ്പോയി ഞാൻ. അച്ഛൻ ചോദ്യം ചെയ്യാൻ അവളാരാ? ഞാനേ 4 വർത്തമാനം പറഞ്ഞിട്ട് പോരാ. നിക്ക്, എനിക്ക് പറയാനുള്ള അവസരം പോലും അവള് തന്നിട്ടില്ലേ. അവള് സ്കോർ ചെയ്തു. പിന്നെ ഞാനെന്ത് പറയാൻ? ഇത് അവൾക്ക് കാണണം, ആർക്കാ വാങ്ങിയെന്നറിയണം, ദുർഗാമ്മ കൂടെ ഉണ്ടായിരുന്നു, തുളസിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പിന്നെ എന്റെ മറ്റേ വീട്ടിലേക്കാണോ? ഒരു അക്ഷരം മിണ്ടാതെ നിന്ന് കേൾക്കേണ്ടി വന്നേ. ഓ, കാരണത്തിട്ടു കൊടുത്തുകാരണം അച്ഛന്. സോറി, അച്ഛനെയല്ല അവളെ. അതെ, അതിന് പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. നീ നേരം കാലം അറിയാതെ സംസാരിക്കില്ല ആദി. ഞാനാ? അത് വെടിക്കെട്ട് പോലെ അങ്ങോട്ട് തീർന്നു. ഇനി അതിന്റെ പേരിൽ നീ മെക്കിട്ട് കയറാനൊന്നും പോവല്ലേ. കൊള്ളാം, ഇത് തുളസിക്ക് സൂപ്പറായിട്ട് ചേരും. അപ്പൊ ഞാൻ മനസ്സിൽ കരുതിയത് തന്നെ. എല്ലാവരും കൂടി ചേർന്ന് ദുർഗാന്റിയെ പറ്റിക്കുകയാണല്ലേ. ഞാൻ കാണിച്ചു തരാം. ഹലോ, അതെ, എന്താ പരിപാടി? എന്ത് പരിപാടി? ഓ, വൈകിട്ട് എന്താ പരിപാടി എന്നാണോ ഭവാൻ ഉദ്ദേശിച്ചത്? ആ പരിപാടിയിൽ ഈ ഉള്ളവനും കൂടി പങ്കെടുക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ചാ ചോദിച്ചേ. സത്യമായിട്ടും? അതേടി, അതെ, നിന്റെ ഭാവി അമ്മായച്ചനില്ലേ, ശ്രീമാൻ കൃഷ്ണപ്രസാദ്. വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരാൻ പോകുന്ന മരുമകൾക്ക് ഇട്ട് ഞെളിഞ്ഞു നടക്കാൻ വേണ്ടി വളരെ വിലപിടിപ്പുള്ള പ്രത്യേകം തിരുവസ്ത്രങ്ങള് അവിടെ എത്തിച്ചേരുവാൻ അടിയനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ കൊണ്ടുതരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നീ അതൊക്കെ കണ്ടോ? പിന്നെ വല്ലവളുടെ തുണി നോക്കുന്നല്ലേ എന്റെ പണി, എന്റെ പട്ടി നോക്കും. നോക്കിയിട്ട് തന്നെ ആവുമല്ലോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവുക. നീ എന്റെ അച്ഛനെ വിളിച്ചല്ലേടി നൈസായിട്ട്. നിനക്കേ ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. പിന്നെ അല്ലാതെ ഒരു കൊതി കൊണ്ട് ചോദിച്ചതാ. നീ തുണി കണ്ടോ? എങ്കി അതിന്റെ ഡിസൈൻ എന്താ, കളർ എന്താ എന്നൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാ നീ വാല് വെക്കുന്നെ. അതെ, അത്രയ്ക്ക് ചീപ്പൊന്നും അല്ല ഞാൻ. ഓ, അപ്പോ കല്യാണാനന്തരം ഈ ഉള്ളവളുടെ സമീപത്ത് പോലും വരില്ലായിരിക്കുമല്ലോ അല്ലേ? അയ്യടി, കല്യാണം ഒന്ന് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാൻ ഞാൻ. എന്നിട്ട് വേണം നിന്നെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ. ഞാൻ ഇപ്പോഴും നിലയ്ക്ക് തന്നെയാ നിൽക്കുന്നത്. നീ അവസാനം എന്റെ നിലയ്ക്ക് നിൽക്കേണ്ടി വരാതെ നോക്കിയോ. ഇതേ തുളസിയാ. ഓ, അതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന പൂരമല്ലേ, അപ്പൊ കാണാം. അല്ല, നീ കൂടി പോയാണോ ഡ്രസ് എടുത്തേ? എന്നാ പിന്നെ എന്നെയും കൂടി വിളിക്കായിരുന്നില്ലേ? നിന്റെ കൂടെ ഒരു ലാസ്റ്റ് ഷോപ്പിംഗ് ചെയ്യായിരുന്നു, അതും മിസ്സായി. എന്താ നീ പറഞ്ഞേ? ലാസ്റ്റ് ഷോപ്പിംഗോ? അതെന്താ ഇതോടെ അങ്ങ് ലോകം അവസാനിക്കുക? അതല്ലടാ പൊട്ടാ, കല്യാണത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള അവസാനത്തെ പർച്ചേസ് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ പിന്നെ ഫോർമൽ പർച്ചേസ് അല്ലേ. നീ എടുക്കുന്നത് എനിക്ക് പിടിക്കില്ല, ഞാൻ എടുക്കുന്നത് നിനക്കും പിടിക്കില്ല. കണ്ടിട്ടില്ലേ ചില ഷോപ്പിംഗ് മോളുകളില് കെട്ടിയോളും കൂടെ ഒന്നും നല്ലും കാണിക്കുന്ന രണ്ടിന്റെ മോന്തയ്ക്ക് കടന്തൽ ഊത്തിയ പോലെ ഇരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ ആവോടി, നമുക്കെപ്പോഴും ഒരേ മനസ്സല്ലേ. നീ എന്താണോ മനസ്സിൽ കാണുന്നത് അത് ഞാനും കാണില്ലേ. അമ്മേ, ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ട് കേട്ടോ. എന്താണാവോ? നിന്റെ സർപ്രൈസ് എന്നൊക്കെ കേൾക്കുമ്പോഴേ പേടിയാ. എന്തെങ്കിലും ഒരു ഇടാ കൂടെ ആയിരിക്കുമല്ലോ. ആ, വരുന്നതൊക്കെ ഒരു ഏടാകൂടം തന്നെയാ, പക്ഷെ കൊണ്ടുവരുന്ന സാധനം സർപ്രൈസ് തന്നെയാ. അതും അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട സർപ്രൈസ്. അതെന്താണെന്ന് വെച്ചാ ഒന്നങ്ങ് പറഞ്ഞുകൂടെ എന്റെ തുളസി? ആ, എല്ലാ കാര്യത്തിലും നീ എന്നെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തല്ലേ. ഇനി എന്റെ പാവ അമ്മ മുൾമുനയിൽ നിൽക്കണ്ട. കല്യാണത്തിന് വേണ്ട ഡ്രസ്സൊക്കെ മാമ വാങ്ങി കൊടുത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ മാനസപുത്രൻ ആദി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു വാക്ക് പ്രസാദേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിനല്ലേ അമ്മേ സർപ്രൈസ് എന്ന് പറയുന്നേ. നാട്ടുകാരോട് വിളിച്ചു ചോദിച്ചിട്ട് കൊണ്ടുവന്നാ അതിന്റെ ഒരു ഇതങ്ങ് പോവില്ലേ?
അല്ലെങ്കിലും പ്രസാദേട്ടൻ പണ്ടേ അങ്ങനെയാ, ഒന്നും തന്നെ മുൻകൂട്ടി പറയില്ല. കുഞ്ഞുനാളിലാണെങ്കിലേ പിറന്നാൾ വരാൻ കാത്തിരിക്കും, എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിത്തരാൻ വേണ്ടി. ആ എന്നിട്ട് എന്തെങ്കിലും എന്റെ മാമന്റെ സമ്മാനാന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഭയങ്കര സ്നേഹമെന്നൊക്കെ പറയുന്നു. ആ അതൊക്കെ അമ്മയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മറക്കാത്ത ഓർമ്മകളായിട്ട്. ആ എപ്പോഴെങ്കിലും അത്തരം ഒരു പിറന്നാൾ സമ്മാനം കിട്ടാതെ അമ്മ കരഞ്ഞിട്ടുണ്ടോ? ആ പ്രസാദേട്ടൻ പോലീസ് ട്രെയിനിങ്ങിന് പോയപ്പോഴേ ആ വർഷത്തെ പിറന്നാള് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു, ഏട്ടന്റെ സമ്മാനം കിട്ടാതെ. അതെന്താ മാമൻ കുഞ്ഞനീയത്തെ മറന്നുപോയോ? അല്ല, പാവം എനിക്ക് വേണ്ടി ആ സമ്മാനം വാങ്ങി പോസ്റ്റ് വഴി അയച്ചിരുന്നു. പക്ഷേ എന്റെ പിറന്നാള് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാ കിട്ടിയത്. അപ്പാ സങ്കടം തീർന്നു. ആ പിന്നെ സമ്മാനം തരാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതത്ര വലുതല്ലായിരുന്നോ എന്റെ അച്ഛന്റെ? ഡി, നിന്നെ ഇനി അങ്കിളിന് അത്ര വശമില്ലെങ്കിലേ പിന്നെ നമുക്ക് ദുർഗാന്റെ വായിന്ന് തന്നെ കേട്ടാലോ? അങ്കിളെ, നിങ്ങളെ കൊണ്ട് ഞാനൊന്ന് വർണ്ണിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്കിളെ. അതെ, മോൾക്ക് നല്ലപോലെ ചേരുന്നുണ്ട്. നിനക്ക് പറ്റിയ കളറും. മതി അങ്കിളെ, മതി. സന്തോഷായി. അങ്കിളിന്റെ വായിന്ന് ഇത്രയും കേട്ടത് തന്നെ ഭാഗ്യം. ശ്ശോ, എനിക്ക് വല്ലാത്ത രോമാഞ്ചം തോന്നുന്നു. നീ കല്യാണം ഒന്ന് കഴിയട്ടെ, നിന്റെ രോമാഞ്ചം ഞാൻ മാറ്റിത്തരാം. ആരുടെ കളിക്കുന്ന നീ കരുതിയിരുന്നു? അങ്കിളിന്റെ ഈ അഭിനന്ദനത്തിന്റെ അവകാശി ആദ്യേട്ടനാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചത് എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. എന്നിട്ട് കൊറേ ഫോട്ടോസ് എടുത്തു. ആകെ ത്രില്ലിലായിരുന്നു ആദ്യേട്ടൻ. സത്യത്തിൽ എനിക്കിതൊന്നും മനസ്സിലായില്ല അങ്കിൾ. എന്തിനാ ഇതൊക്കെ എന്നെ ചോദിച്ചപ്പോ പറയുവാ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാന്ന്. എന്നിട്ട് പുറത്തേക്ക് പോയി. അങ്കിളിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലേ? ക്രോസിംഗ് ദ ലിമിറ്റ്. എന്റെ മകൻ നിനക്ക് ഇങ്ങനെ ഒരു ഡ്രസ് വാങ്ങിച്ചു തരേണ്ട കാര്യം എന്താ? അതെനിക്ക് അറിയില്ല. അങ്കിൾ ആദ്യേട്ടനോട് എന്നെ ചോദിച്ചു നോക്ക്. നീ എന്താ ഞങ്ങളെല്ലാരും പൊട്ടം കളിപ്പിക്കണം? അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഏതായാലും ഈ ഡ്രസ് എവിടെയും പോയി വാങ്ങിയതല്ലെന്ന് അങ്കിളിന് അറിയാലോ. സ്നേഹമുള്ളവർ എന്ത് തന്നാലും അത് വിഷാണെങ്കിൽ കൂടി നിഷേധിക്കരുതെന്നാ എന്റെ ഡാഡി മമ്മിയും പഠിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രല്ല, ആദ്യേട്ടൻ സ്നേഹത്തോടെ തരുന്നത് ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? ഞാനിതൊക്കെ വിശ്വസിക്കുന്നാണോ നീ കരുതുന്നത്? എന്റെ മോൻ നിനക്ക് ഡ്രസ് വാങ്ങിച്ചു തന്നു. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. മഹാത്ഭുതം. ഓരോന്ന് പറയുമ്പോഴേ അതിന്റെ സാമാന്യ ലോജിക്കെങ്കിലും ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കണം. അയ്യോ, അങ്കിള് കരുതുന്ന പോലെ ഒരാളെ അല്ല ആദ്യേട്ടൻ. നിങ്ങളൊക്കെ ഉള്ളപ്പോ മാത്രമേ ഇത്ര റൂഡായിട്ട് എന്നോട് പെരുമാറാറുള്ളൂ. അല്ലാത്തപ്പോഴേ എന്നോട് എന്ത് സ്നേഹാന്നറിയോ? ആതിരനെ തീർത്ത് വിളിക്കില്ല. മോളെന്നും ചക്കരെന്നും പൊന്നൂസെന്നും ഒക്കെ വിളിക്കുന്നേ. അതൊക്കെ നിന്റെ മോഹങ്ങൾ മാത്രമല്ലേ? അവന്റെ വായെന്ന് അങ്ങനെയൊക്കെ വിളിച്ചു കേൾക്കണമെന്നുള്ള നിന്റെ മോഹം. നിനക്ക് തോന്നുന്നുണ്ടോ ഈ ജന്മത്തിൽ എന്റെ മകൻ ആദിയുടെ വായെന്ന് അങ്ങനൊരു വിളി നീ കേൾക്കുമെന്ന്? ആദ്യേട്ടനെ കൊണ്ട് മാത്രല്ല, വേണമെങ്കിൽ ആദ്യേട്ടന്റെ അച്ഛനായ അങ്കിളിനെ കൊണ്ടുപോലും ഞാൻ അങ്ങനെ വിളിപ്പിച്ച് കാണിച്ചാലോ? അതൊക്കെ നിന്റെ അതിമോഹമാണ് മോളെ. ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല അങ്കിൾ, സിറ്റുവേഷണൽ കോൺഫിഡൻസാ. കുറച്ചു മുമ്പേ എന്റെ മുന്നിൽ നിന്ന് എന്നെ പുകഴ്ത്തില്ലെന്ന് ACP അങ്കിൾ പറഞ്ഞില്ലേ? പിന്നെ പുകഴ്ത്തി പറഞ്ഞില്ലേ? അതുപോലുള്ള സിറ്റുവേഷൻസ് ഇനി ഒത്തിരി നമ്മുടെ മുന്നിൽ വരും. അവിടെ ഞാൻ ഗോളടിക്കും. നിസ്സഹായനായ ഗോളിയെ പോലെ കൈയും കെട്ടി നിൽക്കാനേ അങ്കിളിനും ആദ്യേട്ടനും കഴിയുള്ളൂ. ഒരു പരിധി കഴിയുമ്പോഴേ ഇതൊരു സെൽഫ് ഗോളായി മാറാതെ നീ തന്നെ നോക്കേണ്ടി വരും. ഞാൻ വർഷങ്ങൾ ഒത്തിരിയായി നിന്നെപ്പോലെ സ്വയം പ്രഖ്യാപിത ഗോളടിക്കാരെ കാണുന്നു. ആദ്യമൊക്കെ വിട്ടുകൊടുത്ത് കളിക്കും. എനിക്ക് മനസ്സിലായി. ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ മീനിങ് എനിക്ക് പോലീസ് ഭാഷയിൽ എന്താണെന്ന് മനസ്സിലായി.
അങ്ങനെ അങ്ങ് തോറ്റു പോവാൻ കഴിയില്ല അങ്കിളെ. മനസ്സിനകത്ത് ആശയ സ്വപ്നങ്ങളും നൽകി കല്യാണ നിശ്ചയം വരെ നിങ്ങൾ എന്നെ എത്തിച്ചതാ. എന്നിട്ട് കറിവേപ്പില പോലെ തൂക്കി എറിയാന്നാണ് നിങ്ങൾ കരുതിയേ? ആ സാഹചര്യം മൊത്തം നിനക്കറിയാവുന്നതാണ് ആതിര. ഇല്ല, എന്നെ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു വഞ്ചിച്ചതാ. അത് അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്കാവില്ല അങ്കിളെ. എനിക്ക് സഹിക്കാനും പറ്റില്ല. എനിക്കറിയാം, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് വേണ്ടിയല്ല, അങ്കിളിന്റെ തുളസിക്ക് വേണ്ടി അങ്കിള് വാങ്ങിക്കൊണ്ട് വന്നതാണെന്നും ആദ്യേട്ടനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാം. അങ്കിള് വിഷമിക്കണ്ട. ഇതിന് പകരം നല്ലൊരു ഡ്രസ്സ് ഞാൻ ആദ്യേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടിട്ടുണ്ട്. അതവൾക്ക് നന്നായിട്ട് ചേരും. പിന്നെ അങ്കിളും ആദ്യേട്ടനും തുളസിയുടെ വീട്ടുകാരും ചേർന്ന് നടത്തുന്ന നാടകങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ ഇപ്പോഴും എന്റെ പ്രതീക്ഷ കളഞ്ഞിട്ടില്ല അങ്കിളെ. ആദ്യേട്ടൻ എന്റെയാ. ആദ്യേട്ടനെ നേടിയെടുക്കുന്നവരെ ഞാൻ എല്ലാം അനുഭവിക്കും, എന്ത് സഹിക്കും, പൊറുക്കും. എനിവേ, താങ്ക് യു അങ്കിൾ. നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നടന്നു. ഓ വേണ്ട വേണ്ട, അടുത്ത ഡയലോഗ് ഞാൻ പറയാം. നീ ഒരു പെണ്ണല്ലേ, ഒരു വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി ചെല്ലേണ്ടവളല്ലേ, അവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ഭൂമി മലയാളം ഉണ്ടായപ്പോ മുതലുള്ള എല്ലാ അമ്മമാരും പെൺമക്കളോട് പറഞ്ഞ് തേഞ്ഞൊട്ടിയ ഒരു ക്ലീശ ഡയലോഗ് അല്ലേ അമ്മ ഇത്? അത് വേണ്ട. എന്തെങ്കിലും ന്യൂജൻ ഉപദേശം ഉണ്ടെങ്കിൽ പറ, ഞാൻ കേട്ടോളാം. നിങ്ങളുടെയൊക്കെ ഒരു ന്യൂജൻ. അതെ മോളെ, പാചകവേ അതൊരു കൈപുണ്യമാ. അതിലും വലിയ പുണ്യാണമ്മേ വാചകം. നല്ലപോലെ വാചകം അടിച്ചാലേ ഇതൊക്കെ താനെ വന്നോളൂ. വാചകവും പാചകവും ഒരുപോലെ തന്നെ അമ്മേ. രണ്ടിലും ആൾക്കാര് ബോറടിക്കാൻ പാടില്ല. അളവിന് വിളമ്പണം, അതെനിക്കറിയാം. നിനക്കിപ്പോഴും കുട്ടികളെയല്ലേ? നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലെ അംഗങ്ങളെ വീഴ്ത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം പാചകം തന്നെയാ, നിന്റെ വാചകവടിയല്ല. ആ, അതുകൊണ്ടാണല്ലോ അമ്മയുടെ പാചകത്തിൽ പാവം പോലീസുകാരൻ വീണുപോയത്. സത്യം പറ, ഈ പാചകത്തിലൂടെയല്ലേ എന്റെ അവരെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഡോക്ടർ പോകുന്നത്. നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇല്ല, എന്തിനാ വെറുതെ ആർഭാടങ്ങളൊക്കെ? ഡോക്ടർ ഇല്ലാതെ എന്ത് കല്യാണ? ശരി ഡോക്ടർ. അമ്മേ, എന്താ അമ്മേ, അവള് കളിച്ച് കളിച്ച് ഇപ്പൊ ACPയുടെ ഓഫീസിനകത്തായി കളി. എന്താ എന്താ ഉണ്ടായത്? അവള് രണ്ടും കൽപ്പിച്ച കളിക്കുന്നെന്നാ തോന്നുന്നേ. ഞാൻ അച്ഛനും മാമനും ഫുഡ് കൊണ്ട് ചെല്ലുമ്പോ അവൾ അവിടെയുണ്ട്. എന്തിന്? കാര്യമില്ലാതെ അവൾക്ക് അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. നീ അവളോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അതിനവള് പറയാ അവളെ മാമൻ വിളിച്ചു വരുത്തിയതാന്ന്. പ്രസാദേട്ടൻ എന്തിനാ അവളെ വിളിച്ചു വരുത്തുന്നത്? അതൊക്കെ അവളുടെ വേറെ നമ്പർ അല്ലേ അമ്മേ. പക്ഷേ അവൾക്ക് എന്തോ പരിപാടിയുണ്ട്. ഒന്നുകിൽ അച്ഛനെ കൊടുക്കാൻ, അല്ലെങ്കിൽ മാമനെ കൊടുക്കാൻ. നിനക്ക് അപ്പൊ തന്നെ മാമനെ അച്ഛനെ കണ്ടു പറയായിരുന്നില്ലേ? അങ്ങനെ ഇടിപിടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മേ? എന്താ അവളുടെ പരിപാടിയെന്ന് അറിയണ്ടേ? അത് മാത്രല്ല, ഞാൻ കാണുമ്പോ അവളുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അയാളെ കണ്ട ഒരു രാഷ്ട്രീയക്കാരനെ പോലെയോ ഒരു ബിസിനസ്കാരനെ പോലെയോ തോന്നിക്കുന്നെ. അവള് നമ്മൾ വിചാരിച്ച അത്ര നിസ്സാരക്കാരിയല്ല. അവളുടെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്, ആളായിട്ടും പണമായിട്ടും. അല്ല, അവൾ എന്തിനായിരിക്കും സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടാവുക? എന്തെങ്കിലും പരാതി കൊടുക്കാനോ മറ്റോ ആയിരിക്കും. നാണം കെട്ട എന്ത് കളി അവൾ കളിക്കും. എന്നെ കണ്ടിട്ട് അവൾക്ക് യാതൊരു കൂസലും ഇല്ലായിരുന്നു. പിന്നെ ഓഫീസിലായതുകൊണ്ട് എനിക്ക് അവളോട് ഒന്നും കയർത്ത് സംസാരിക്കാനും പറ്റിയില്ല. സാരില്ല മോളെ, കല്യാണം അടുത്തു വരുന്ന സമയ. അതെങ്ങാനും അവൾ അറിഞ്ഞ പിന്നെ നമ്മുടെ സകല പദ്ധതികളും പാളും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു നീങ്ങിയാ മതി. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അച്ഛനും മാമനും നോക്കിക്കോളും. അതല്ലമ്മേ, മാമൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഓഫീസിലെ ധൈര്യത്തോടെ അവള് കയറി ചെല്ലണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണില്ലേ? അതല്ലാതെ അവൾക്ക് അവിടെ ചെല്ലേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അതായിരിക്കില്ല മോളെ. ചിലപ്പോ പ്രസാദേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിപ്പിച്ചതാണെങ്കിലോ, തന്ത്രത്തിൽ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഒഴിവാക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോ മറ്റെവിടേക്കെങ്കിലും അവളെ മാറ്റി നിർത്താനാണെങ്കിലോ. അമ്മേ,
അത് ആതിരയാ. തുടക്കത്തില് നമ്മൾ കരുതിയത് അവള് വെറും പൊട്ടിപ്പെണ്ണാണെന്നല്ലേ. ഇപ്പൊ തെളിഞ്ഞില്ലേ അവളുടെ യഥാർത്ഥ സ്വഭാവം. അവളുടെ കൂടെ തന്നെ എന്തിനും ഏതിനും വേണ്ടിയിട്ട് ആ ശ്രീഹരിയും ഉണ്ട്. കൊല്ലാൻ പറഞ്ഞ തിന്നുന്ന കൂട്ടരാ. അവനാണെങ്കില് എന്നോടൊരു വൈരാഗ്യമുണ്ട്. അവനെ ഞാൻ കെട്ടാത്തതിന്റെ പേരില്. അവന്റെ നല്ല കോച്ചിങ് അവൾക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ദുർഗേച്ചിയുടെ മൊത്തം സപ്പോർട്ടും. ഇനി ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന് ദുർഗേച്ചി അവളെ പറഞ്ഞ് ഓഫീസിൽ വിട്ടതാവോ? അതിന് ചിലപ്പോ ഒരു സാധ്യത ഇല്ലാതില്ല. എങ്ങനെയെങ്കിലും ആദ്യം കൊണ്ട് അവളെ കെട്ടിപ്പിക്കണമെന്നാണല്ലോ ദുർഗമ്മയുടെ ആഗ്രഹം. അതിനവിടെ തന്നെ രണ്ടുപേരെതിരായി നിൽക്കുന്നുണ്ട്, ആദ്യം മാമനും. അപ്പോ മാമനെ കയ്യിലെടുത്തില്ലെങ്കിൽ സംഭവം പൊളിയും. അപ്പൊ അതുകൊണ്ട് അവളെ കൂടുതൽ കൂടുതൽ മാമനുമായിട്ട് അടുപ്പിക്കാനായിരിക്കും ദുർഗാമ്മ ശ്രമിക്കുന്നുണ്ടാവുക. അങ്ങനെ പ്രസാദേട്ടനെ വീഴ്ത്താൻ കഴിയുമെന്ന് ദുർഗേച്ചി വിചാരിക്കോ? അവൾ ഇനി എത്ര നല്ല കുട്ടിയാണെന്ന് തെളിയിച്ചാലും നിന്നെ വിട്ടിട്ട് അവളെ കൊണ്ട് ആദ്യമോനെ കെട്ടിക്കാൻ പ്രസാദേട്ടൻ നിൽക്കുമെന്ന് ദുർഗേച്ചി വിചാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല അമ്മേ. ഒരിക്കൽ അവൾ അങ്ങനെ ഒരു കല്യാണത്തിന് മുതിർന്നതല്ലേ. ദേ, ഇനി അതിനെപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. അതിന് കാരണക്കാരി നീ ഒറ്റയൊരുത്തിയ. എനിക്ക് തോന്നുന്നതേ, ഇനി ചിലപ്പോ ഓഫീസിലെത്തി എല്ലാവരോടും താനാണ് ACPയുടെ മകന്റെ ഭാവി വധു എന്ന് പ്രചരിപ്പിക്കാൻ ചിലപ്പോ അവള് ശ്രമിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ACPക്ക് ഒരു നാണക്കേടും ഉണ്ടാക്കും. നീ എന്താ ഇവിടെ? നീ എന്തിനാ അതറിയുന്നേ? ഇതേ ദേവമംഗലമല്ല, മാമന്റെ ഓഫീസാ. അതൊക്കെ എനിക്കറിയാം. അല്ല, നീ എന്താ ഇവിടെ? കണ്ടില്ലേ, ഞാൻ അച്ഛനും മാമനുള്ള ഫുഡും കൊണ്ടുവന്നതാ. അല്ലാതെ നിന്നെ പോലെ ഇവിടെ വെറുതെ കയറി വന്നതല്ല. ഞാൻ വെറുതെ വന്നതെന്ന് ആരാ പറഞ്ഞേ? അങ്കിൾ എന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ വന്നത്. പക്ഷെ അങ്കിൾ ഇതുവരെ വന്നില്ല, അതുകൊണ്ടാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്നാ നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാം. ഇവളുടെ വരവില് എന്തോ ഗൂഢമായ ഉദ്ദേശം ഉണ്ടല്ലോ. ആ, നിങ്ങൾ എവിടെ എത്തി? ആ, വേഗം വരും. ആ, എന്ത് റിസ്ക് എടുത്തിട്ടായാലും കുട്ടികളെ ഉടനെ വിവാഹം കഴിപ്പിക്കണം. ദുർഗയെ അറിയിക്കാതെ എങ്ങനെ എവിടെ വെച്ച് അവരെ വിവാഹം കഴിപ്പിക്കണമെന്ന് ചിന്തിക്കണം. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം തുളസിയും ഇവിടെ താമസിപ്പിച്ചാൽ ശരിയാവില്ല. കല്യാണം രഹസ്യമായി ദുർഗ പിന്നീട് അറിയും. അങ്ങനെ അവൾ അറിഞ്ഞ ആദ്യം തുളസിയും ദുർഗ സമ്മതിക്കില്ല. വരുന്ന വഴിക്കേ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്, അതാ സാർ വൈകിയത്. ഓക്കെ ഓക്കെ, സോറി സാർ. നോ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സാറ് പറഞ്ഞു. എന്റെ മകന്റെ വിവാഹം ഉടനെ നടക്കാൻ പോവുകയാണ്. വിവാഹം കഴിഞ്ഞ അവനെയും ഭാര്യയും വിദേശത്തേക്ക് അയച്ച് ഹയർ സ്റ്റഡീസ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വിളിപ്പിച്ചത്. കാനഡ നല്ല ഓപ്ഷനാ സാർ. ഞങ്ങളുടെ ഏജൻസി വഴി ധാരാളം പേരിപ്പോ കാനഡയിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. സാറ് തന്ന ഇമെയിൽ ID ഞാൻ അയച്ചിട്ടുണ്ട്.
ഒന്ന് നോക്കിയടാ സാർ. ഓ, എല്ലാ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന് ചെലവാവുന്ന മൊത്തം എമൗണ്ടും അതേ നോക്കിയാ സാറിന് മനസ്സിലാവും. ഓക്കെ. സാർ USA-ലും UK-ലും ഓസ്ട്രേലിയയിലും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതിലുണ്ട്. ആ, ഞാൻ കാനഡയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിലേത് വേണേലും സാറിന് ചൂസ് ചെയ്യാം. ഓക്കെ. ഞാൻ ഏതായാലും കാനഡയാണ് പ്രിഫർ ചെയ്യുന്നത്. ഏതായാലും അവിടേക്കുള്ള വിസിറ്റ് ടിക്കറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. ആ, എന്നത്തേക്കാ സാറിന് വേണ്ടത്? 23-ാം തീയതിക്ക് ശേഷം ഏത് ദിവസം ഓക്കെ ആണ്. ഓ ശരി, ഞാൻ റെഡിയാക്കി. അത് തന്നെയാണല്ലോ എന്റെ അച്ഛൻ. അറിയാതെ അച്ഛനെ കയറി മാമാനെങ്ങാനും എനിക്ക് വിളിക്കേണ്ടി വരും. ആന്റി മോനെ, എന്താ ഇവിടെ അമ്മയും മോളും കൂടി ബഹളം? ഏയ് ഒന്നുമില്ല. ഇവളുടെ ഓരോ പൊട്ടത്തരം കേട്ടിട്ടെ ഒന്ന് കൊടുക്കാൻ അത് തോന്നി. നല്ലതാ. ഡാ, നീ ഇത് കണ്ടോ? ഡാ, ഇതൊക്കെ നിനക്കുള്ള സ്ത്രീധനാ. നിനക്ക് സ്ത്രീധനായിട്ട് ഇത്രയും സ്വർണ്ണമൊക്കെ മതിയോ? സ്ത്രീധനം? അതിനാരാ സ്ത്രീധനം ചോദിച്ചത്? അച്ഛൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ആ, എങ്കിലാവൊന്നും അറിയണല്ലോ. എന്റെ പൊന്നാന്റി, എനിക്ക് സ്ത്രീധനൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് മതിയെന്ന്. അതിന് നമ്മൾ മാത്രം വിചാരിച്ചാ മതിയോ? മോനെ, ഇത് സ്ത്രീധനൊന്നും അല്ല. പ്രസാദേട്ടൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടുമില്ല. ഇവള് വെറുതെ തമാശ പറഞ്ഞതാ. കല്യാണമല്ലേ, അപ്പോ പെണ്ണിനെ കുറച്ച് പൊന്നൊക്കെ വേണ്ടേ, അതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. ഭാവിയിൽ നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യം വന്നാ ഈ സ്വർണ്ണം ഉപകരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാം. വേണ്ട ആന്റി, ഞാൻ ഇരിക്കുന്നില്ല. ഞാനേ ഇവളെയും കൂട്ടി ഒന്ന് പുറത്തുവാനായിട്ട് ഇറങ്ങിയതാ. എവിടെയാടാ പോകുന്നത്? എടി, നീ ഇത് മറന്നുപോയോ? ഇന്നാണ് വാലന്റൈൻസ് ഡേ പ്രോഗ്രാം. നമ്മൾ അതിന് ഉറപ്പായിട്ടും പങ്കെടുക്കണം. ആന്റി, ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോട്ടെ? പക്ഷെ അധികം ചുറ്റിത്തിരിയാൻ നിൽക്കാതെ വേഗം ഇങ്ങ് വന്നേക്കണം. അതെ, ഇതൊക്കെ ഓഫീസിൽ വെച്ചങ്ങ് തീർത്താ പോരെ. അന്നത്തെ പോലെ വീട്ടിലെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് തപ്പി നടക്കാനാണോ? ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമല്ലോ. ഇത് നാളെ കൊടുക്കേണ്ടതാ. രാവിലെ ഇത് കൊടുത്തിട്ട് ഓഫീസിൽ പോയാ മതിയല്ലോ. ഞാനേ എന്റെ പഴയ സ്വർണങ്ങളൊക്കെ എടുത്ത് മോളെ ഒന്ന് കാണിച്ചു നോക്കി. അവൾക്കതൊന്നും വേണ്ടെന്ന്. അതെന്താ? ഓ, അതൊക്കെ ഓൾഡ് ഫാഷൻ ആണെന്ന്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊന്നും ഇങ്ങനെ സ്വർണത്തെ കുളിച്ചല്ല വിവാഹം കഴിക്കുന്നതെന്ന്. വളരെ ലളിതമായിട്ട് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ എന്ന് കരുതി നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞാനൊരു ലോൺ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ ഞാൻ പ്രസയോടൊന്നും പറഞ്ഞിട്ടില്ല. ചീഫ് എന്റെ അപേക്ഷ കാണുമ്പോ മിക്കവാറും ചോദിക്കാൻ വഴിയുണ്ട്. പ്രസാദേട്ടനോട് ഒന്ന് സൂചിപ്പിച്ചുകൂടായിരുന്നോ? ഇത്തിരി സ്വർണം എടുക്കാനാ, അതുകൊണ്ട് അപേക്ഷ കൊടുത്തേന്ന്. പറയാനൊരു മടി തോന്നി. ഇനി എന്തെങ്കിലും പണത്തിന് ആവശ്യമുണ്ടായിട്ട് പ്രസയോട് ചോദിക്കാതിരുന്ന എന്താണെന്ന് വിചാരിച്ചേക്കാം. ആ, എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാം. ചേട്ടാ, താൻ ഇത് കേട്ട് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നോട് പ്രസ ചില സൂചനകളൊക്കെ പറഞ്ഞിരുന്നു. എന്തിന്റെ സൂചന? കല്യാണം കഴിഞ്ഞ് ദുർഗേച്ചിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ജീവിതം പ്രശ്നമാവില്ലേ? അതിന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരെ വളരെ സേഫായിട്ട് നിർത്താൻ പ്രസ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താ അഭിപ്രായം? തൽക്കാലത്തേക്ക് ആദ്യയും തുളസിയും വിദേശത്തേക്ക് വിടാൻ. വിദേശത്തേക്കോ? എവിടെ? കാനഡ എന്നാണ് പറഞ്ഞത്. അത് തീരുമാനിച്ചിട്ടില്ല. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്റെ മക്കളെ കടല് കടത്തി അക്കരയ്ക്ക് വിടാനൊന്നും ഞാൻ സമ്മതിക്കില്ല ചേട്ടാ, സമ്മതിക്കില്ല. പ്രിയേ, അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അടങ്ങുന്നവരെ മാത്രമല്ലേ. അത് കഴിഞ്ഞ് അവരിങ്ങ് തിരിച്ചു വരും. അത് വേണ്ട. എനിക്ക് എന്റെ മക്കളെ കാണാതിരിക്കാനാവില്ല. ചേട്ടനെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. മാമ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. ഞങ്ങള് തമ്മിൽ കണ്ടോ? എന്താ അമ്മേ, കാര്യം പറ. എന്താ കാര്യം? അത് ഞാൻ പറയുന്നതിനേക്കാൾ മാമൻ പറയുന്നതാ നല്ലത്.
ആര് പറഞ്ഞാലും അറിയേണ്ട കാര്യല്ലേ? അപ്പൊ പിന്നെ മാമൻ പറയുന്നതും കാത്തു നിൽക്കുന്ന എന്തിനാ? അമ്മ പറഞ്ഞാ മതി. മാമൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനോ? എന്ത് പ്ലാൻ? ആ, നമ്മള് ദുർഗേച്ചി അറിയാതെ രഹസ്യമായിട്ടല്ലേ കല്യാണം നടത്താൻ പോന്നേ. എത്ര നാള് നമുക്കത് മൂടി വെക്കാൻ പറ്റും? എന്നായാലും ദുർഗേച്ചി അത് അറിയും. അതുകൊണ്ട് അറിഞ്ഞാലിപ്പോ എന്താ കുഴപ്പം? നിനക്കെല്ലാം നിസ്സാരോ. ദുർഗേച്ചി അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല. നീ എന്തൊന്നും പറയാത്തേ? ഞാൻ എന്തിനു ചിന്തിക്കണം? ഞാനും ആദ്യം പ്രായപൂർത്തിയായവരാ. ഞങ്ങള് തമ്മിൽ വിവാഹം കഴിക്കുന്നതില് ഈ നാട്ടിൽ ഒരു തടസ്സമില്ല. പിന്നെ ദുർഗാമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പം? പിടിച്ചു മൂക്കി കെട്ടിക്കളയോ? എടി, നീ നിന്റെ നാവൊന്ന് അടക്ക്. എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. കല്യാണം കഴിഞ്ഞ പിന്നെ നീ ആദ്യമോനും പിന്നെ ഇവിടെ നിൽക്കണ്ട. അതെന്താ നിന്നാല്? ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ദുർഗാമ്മയെ പേടിച്ച് ഞാനും ആദ്യം ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടണമെന്നാണ് അമ്മ പറയുന്നത്. ഇതെന്റെ മാത്രം തീരുമാനമല്ല, നിന്റെ അച്ഛനും പ്രസാദേട്ടനും കൂടി എടുത്ത തീരുമാനം. നിങ്ങള് കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ. അമ്മ തർക്കിക്കാൻ നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞ ശേഷം നിന്നെയും ആദ്യയും കാനഡയിലേക്ക് അയക്കാനാ മാമൻ ഉദ്ദേശിക്കുന്നു. കാനഡയിലേക്കോ? ഞാനങ്ങ് പോവില്ല. അതെ, നിന്റെ മാമനോട് പറഞ്ഞാ മതി. അമ്മ, ഇതെന്ത് കഷ്ടാ? കാനഡയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ മാമനോട് ചോദിച്ചാ മതി. ആദിക്ക് ഇക്കാര്യം അറിയോ? അവനും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നേ? നിന്റെ മാമനോട് സംസാരിക്കേ. നിന്റെ സംശയങ്ങളൊക്കെ മാമൻ തീർത്തു തരും. അല്ല പിന്നെ അതാരാണാവോ ഇത്ര ശക്തനായിട്ടുള്ള ശത്രു? ആണോ അതോ പെണ്ണോ? ആണാണ്, പക്ഷേ ശകലം പെശക. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? അതും ആലോചിക്കാവുന്ന വഴിയാണ്. പക്ഷേ അവിടെയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഓ, അതെന്താണാവോ? കൊല്ലണോ അതോ കയ്യും കാലും തല്ലി ഒടിച്ചാ മതിയോ അതോ തളർത്തിയിട്ടാ മതിയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആളെ എനിക്ക് മനസ്സിലായി. ആഹാ, മാമന് മനസ്സിലായോ? ആരാ എന്ന് പറഞ്ഞേ? പറയാൻ പറ്റില്ല, വേണ്ട തൊട്ട് കാണിക്കാം. എന്തേ? ആഹാ. എന്താണ് ഈ വരവന്റെ ഉദ്ദേശം? എനിക്ക് മാമനോട് ചിലത് സംസാരിക്കാനുണ്ട്, അതിനാ വന്ന. ഓ, ഇനിയിപ്പോ അടുത്തത് നിന്റെ ഊഴമാണല്ലോ അല്ലേ? അതെന്താ മാമ അങ്ങനെ ഒരു ആക്കല്? ആക്കിയതൊന്നും അല്ല, ഇന്നലെ ഒരുത്തന്റെ ക്രോസ് വിസ്താരം കഴിഞ്ഞതേ ഉള്ളൂ. മാമൻ അതിനെ എന്തിനാ ക്രോസ് വിസ്താരം ഒക്കെ ആയിട്ട് കാണുന്നേ? കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും ഉള്ള പ്രായവും പക്വതയും ഞങ്ങൾക്കില്ലേ? അയ്യോ, അറിഞ്ഞില്ല, ആരോട്ടത് പറഞ്ഞില്ല. നെടുമുടി ചേട്ടന്റെ ഡയലോഗൊന്നും വേണ്ട, എനിക്ക് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. ആയിക്കോട്ടെ. അല്ല, ഇതേ ചോദ്യങ്ങൾ നിന്റെ അമ്മയോടും അച്ഛനോടും ചോദിച്ചിരുന്നെങ്കിലും ഉത്തരം കിട്ടുമായിരുന്നല്ലോ. എന്തേ ചോദിച്ചില്ലേ? ചോദിച്ചു, യാതൊരു ഗുണവും കിട്ടിയില്ല. അവർക്കൊന്നും അറിയില്ല അത്ര. ഒക്കെ പ്രസാദേട്ടന്റെ പ്ലാനിംഗ് ആണെന്നാ പറഞ്ഞത്. എനിക്കെന്തെങ്കിലും അറിയണമെങ്കിൽ പ്രസാദേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ പ്രസാദേട്ടനോട് തന്നെ ആവാന്ന് കരുതി. എന്നാ പിന്നെ പ്രസാദേട്ടന്റെ നെഞ്ചത്തിനും കേറിക്കോ. എടി, ഒന്ന് തുടങ്ങി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓഫീസിൽ പോവായിരുന്നു. തിരക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല മിസ്റ്റർ പ്രസാദേട്ടൻ. അയ്യോ, എങ്ങനെ? ഞാൻ ഇരിക്കണോ അതോ നിക്കണോ? ഇരിക്കവിടെ. അധികം സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. എനിക്കറിയാം, എന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണല്ലേ ഇത്. പെണ്ണെ, എനിക്ക് നേരം പോകുന്നു. എന്നാ പിന്നെ നിനക്ക് അവന്റെ കൂടെ ചേർന്ന് എന്നെ അങ്ങ് തൂക്കിക്കൊന്നാ പോരായിരുന്നോ? എന്താ അറിയേണ്ടതെന്ന് പറ. മാമന്റെ എല്ലാ നല്ല തീരുമാനങ്ങളോടും മനസ്സുകൊണ്ട് സഹകരിച്ചവളാ ഞാൻ. ഒരിക്കലും ഞാൻ മാമനെ ധിക്കരിച്ചിട്ടുമില്ല. മാമനെ ഞാനായിട്ട് വേദനിപ്പിച്ചിട്ടുമില്ല. അതിലുപരി എനിക്ക് മാമനോട് അതിയായ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ച മാമനോട് തീർത്ത തീരാത്ത കടപ്പാടും ഉണ്ട്.
പെണ്ണിതെന്ത് ഉറക്കവാ? ആതിരെ, ആതിരെ! ശ്ശോ, എടി ആതിരെ, ഒന്ന് എഴുന്നേക്കാൻ. കിടക്കാദ്യട്ടാ. എന്ത് സുഖമോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. പോല്ലാദ്യട്ടാ. എടി ആതിരെ, ഒന്ന് എഴുന്നേക്കാൻ. ഓ, ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇവക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. വെള്ളം മുഖത്ത് വീഴുമ്പോ അവള് ചാടി എഴുന്നേക്കും. അല്ലാതെ ഇനി ആന കുത്തിയാലും എഴുന്നേക്കില്ലല്ലോ. അങ്ങോട്ട് എഴുന്നേക്കാതിരെ. സുലു ആന്റി ആയിരുന്നോ? എന്തിനാ എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ച?